വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഒറ്റ വീഡിയോയേ ഉള്ളൂ, ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ടായിട്ട്. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അക്രലിക് പെയിൻറ്റിംഗ് ആണ്. കുപ്പിയിലൊരു ബോട്ടിലാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്നോമാൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. നമുക്ക് അതിനാദ്യമായിട്ട് കുറച്ച് വെളുത്ത പെയിൻ്റ് എടുത്ത്, നിങ്ങൾ വെളുത്ത പെയിൻറ്റിൽ നേരത്തെ പൗഡർ, പൗഡർ അല്ലെങ്കിൽ നമ്മൾ ബോൾ പുട്ടി അങ്ങനെ എന്തെങ്കിലും പൗഡർ, നമ്മളെ അരിപ്പൊടി പുറത്തൊന്നും ചേർക്കരുത്. സിന്തറ്റിക് ആയിട്ടുള്ള പൗഡേഴ്സ് ആഡ് ചെയ്യുവാണെങ്കിൽ മാറ്റ് ലുക്ക് കിട്ടും. ഞാൻ നേരത്തെ ഇതിനകത്ത് ടാൽക്കം പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെയിൻറ്റിന് നല്ല ഒരു സ്മൂത്ത് ഫിനിഷിംഗ് ഉണ്ട്. ആ ഒരു ഗ്ലേസിങ് വരില്ല. അപ്പം നമുക്ക് ആ ഗ്ലേസിങ് ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പൗഡറോ അതിന് ചേർത്ത ശേഷം പെയിൻറ്റ് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യുക. അതൊരു ബ്രഷ് കൊണ്ട് സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്ത് ഒരു പകുതി കണക്കാകുമ്പോൾ ഒരു സ്പോഞ്ച് കൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇതിന് ഞാൻ ചെറിയൊരു ഷെയ്ഡ് പോലെയൊക്കെ ഗ്രേ കൊണ്ട്, ലൈറ്റ് ഗ്രേ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക്. ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് കാണാം നമ്മൾ ആ കുപ്പിക്കകത്ത് ചെറിയൊരു മോയ്സ്ചർ നിൽപ്പുണ്ട്. ആ മോയ്സ്ചർ ഉള്ളത് നല്ലതാണ്. നമ്മൾ കുപ്പി കഴിയുമ്പോൾ ആ ചെറിയ നനവ് നമുക്കത് ആർട്ടിൽ നമുക്ക് ഉപയോഗപ്പെടും. ഇനി നമുക്ക് അടുത്തായിട്ട് റെഡ് പെയിൻ്റ് എടുക്കാം. റെഡ് പെയിൻ്റ് എടുത്ത് നമുക്ക് ഒരു സ്കാർഫ് വരച്ച് കൊടുക്കാം. നമ്മുടെ സ്നോമാന് നല്ല ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടി ഒരു സ്കാർഫ് വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം. അപ്പോൾ ഞാൻ റെഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റു ഇഷ്ടമുള്ള ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കളർ കോമ്പിനേഷനിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതൊരു പ്ലെയിൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ ഫൈനൽ ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്ത് കൊടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ ഒരു ചെറിയ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് പെയിൻറ്റ് ചെയ്യുക. ഞാനിത് സ്കാർഫിൽ 2 തുമ്പും കൂടെ കൊടുത്ത് ഞാനത് കളർ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സൈഡിൽ വേണമെങ്കിൽ നൂലുകൾ ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഓറഞ്ചും ബ്ലാക്കും എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഓറഞ്ച് കളർ കൊണ്ട് നമ്മുടെ സ്നോമാന് ഒരു മൂക്ക് വരച്ച് കൊടുക്കാം. നമ്മൾ കാണുന്ന കാർട്ടൂണുകളിലൊക്കെ തന്നെയാണെങ്കിലും സ്നോമാന് ക്യാരറ്റ് കൊണ്ടുള്ള മൂക്കാണ് കൊടുക്കാറ്. അപ്പോൾ നമുക്കും ഒരു ക്യാരറ്റിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി ഓറഞ്ച് പെയിൻറ്റ് കൊണ്ട് ഒരു ക്യാരറ്റിൻ്റെ ഷേപ്പിൽ നമ്മുടെ സ്നോമാന് നല്ലൊരു മൂക്ക് വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. ഞാൻ ഇച്ചിരി നീളത്തിലാണ് വരച്ചിരിക്കുന്നത്. ചെറിയ മൂക്കാണ്, ചെറിയ മൂക്ക് ഇഷ്ടമുള്ള പോലെ. അല്ല ക്യാരറ്റിൻ്റെ എല്ലാം വേറെ രീതിയിലാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് എടുക്കുക. നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് കണ്ണും വായും പിന്നെ ആ ബട്ടൺസ് പോലെയുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമുക്ക് ആദ്യമായിട്ട് സ്നോമാന് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് വാ വരച്ച് കൊടുക്കാം. ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ കുത്തി, ഈ മഞ്ഞിന് പുറത്ത് കല്ല് കുത്തി വെച്ചേക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വാ ചെറുതായിട്ട് വരച്ച ശേഷം കണ്ണിൻ്റെ ആ ഒരു കല്ലുകൾ കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കുക. അടുത്തതായിട്ട് ബട്ടൺസ് പോലെ താഴേക്ക് വരച്ച് കൊടുക്കുക. ഇഷ്ടമുള്ളതിന് വരയ്ക്കാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ വായും കണ്ണുമൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് ഭംഗി. ഇത് നമ്മളങ്ങനെ ചെയ്തെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു ഹാറ്റിൻ്റെ ഒരു ടോപ്പിൽ തലയുടെ മുകൾ ഭാഗത്തായിട്ട് ഹാറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബ്രൗൺ കളർ വെച്ച് എൻ്റെ കയ്യിൽ ബേൺ സിയന തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബേൺ സിയന ലൈറ്റ് ഷെയ്ഡ്, ബേൺ സിയന ശരിക്കും ആ ഒരു പ്യുവർ ബേൺ സിയന അല്ല, ഇത് ഞാൻ മിക്സ് ആക്കി എടുത്തൊരു കളറാണ്. ഈ കളർ കൊണ്ടാണ് ഞാൻ ആദ്യം ഹാറ്റ് ചെയ്ത് അതിന് മുമ്പായിട്ട് കൈ വരച്ചു കൊടുക്കാം. ചുള്ളിക്കമ്പ് കൊണ്ട് വരയ്ക്കുന്ന പോലെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഈ കളർ കൊണ്ട് കൈ വരയ്ക്കാം. ഞാൻ പിന്നീട് എനിക്ക് ഈ കളർ എനിക്കൊരു ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നല്ല ബേൺസിയന കയ്യിലുള്ളവരാണെങ്കിൽ ബേൺസിയന കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. എൻ്റെ കയ്യിൽ ബേൺസിയന തീർന്നു പോയതുകൊണ്ട് ഞാൻ അത് പിന്നെ മിക്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം പെയിൻറ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റത്തേക്ക് നമുക്ക് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണങ്ങാൻ വെക്കാം. പൊടിയൊക്കെ പരമാവധി പറ്റാൻ നോക്കണം. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹാറ്റിന് മാത്രം ഒരു മാറ്റ് ലുക്ക് ഇല്ലാത്തുള്ളൂ. ബാക്കി നല്ല മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇനി നമുക്ക് തെർമോക്കോളിൻ്റെ ഇങ്ങനത്തെ ബീഡ്സ്, ഇത് ഞാൻ തെർമോക്കോളിൻ്റെ ബീഡ്സ് തെർമോക്കോളിൻ്റെ ഷീറ്റ് ഇങ്ങനെ വിടിപ്പിച്ചെടുത്താണ്. നമുക്കിനി കുപ്പിയിലേക്ക് ഈ തെർമോക്കോളിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ മേടിക്കാനും കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ തെർമോക്കോളിൻ്റെ ഷീറ്റിൽ നിന്നും അടർത്തി എടുക്കാവുന്നതാണ്. കുറച്ച് സമയം പോകും, എങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത്. ഇതിങ്ങനെ മേടിക്കുന്നതിനേക്കാൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ബോട്ടിലിൻ്റെ നമ്മൾ തെർമോക്കോളിൻ്റെ ബീഡ്സ് ഇട്ടതിന് ശേഷം കുറച്ച് സിൽവർ ഗ്ലിറ്ററും കൂടെ അകത്തിച്ച് കൊടുത്തായിരുന്നു. ആ ചെറിയ മോയ്സ്ചർ ഉള്ളത് കൊണ്ട് അതിങ്ങനെ ഗ്ലാസ്സിൽ ഒട്ടി പിടിച്ചിട്ടുണ്ട്.
ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു സ്നോ ഫ്ലേക്സിൻ്റെ ഒക്കെ ആ ഒരു തീം വരുന്നുണ്ട്. പിന്നെ നമ്മൾ മോൾ ഭാഗത്ത് കയറിൻ്റെ ഒരു മോഡലുള്ള വള്ളി കൊണ്ട് കയറ് കൊണ്ടുള്ളൊരു വള്ളി കൊണ്ട് നമ്മൾ ഒരു ഡിസൈൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബെല്ല് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഓർണമെൻ്റ് ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.